ഹലോ, വെൽക്കം ടു വർണാസ് കിച്ചൺ ടേൽസ്. റോബസ്റ്റ പഴം ചേർത്തിട്ടുള്ള ഒരു റോബസ്റ്റ കാരമൽ പുഡിംഗ് ആണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. പുഡിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 5 ഇഞ്ചിൻ്റെയോ 6 ഇഞ്ചിൻ്റെയോ ഒരു ടിൻ എടുക്കുക. അത് ഇതുപോലെ ബട്ടറോ നെയ്യോ വെച്ചിട്ട് ഗ്രീസ് ചെയ്തെടുക്കുക. ഇനി പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഫ്ലെയിം കൂട്ടിയിടരുത്, പഞ്ചസാര കരിഞ്ഞു പോവും. മുഴുവൻ പഞ്ചസാര ഇതുപോലെ മെൽറ്റായി വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ ഇളം ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വീണ്ടും പഞ്ചസാര മുഴുവൻ ഇതിൽ അലിയിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ കാരമൽ സിറപ്പ് റെഡിയായി. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ പതയൊന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മുടെ ടിന്നിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ടിന്നൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ ചെയ്യണം, ഇല്ലെങ്കിൽ പഞ്ചസാര വീണ്ടും ക്രിസ്റ്റലൈസ് ആവും. ഇനി അഥവാ ഇത് സ്പ്രെഡ് ആവുന്നതിന് മുന്നേ കട്ടിയായി പോയാൽ നേരെ ഈ കേക്ക് ടിൻ എടുത്തിട്ട് സ്റ്റവിൻ്റെ മേലെ വെക്കുക. പെട്ടെന്ന് തന്നെ പഞ്ചസാര മെൽറ്റായി വരും. ആ സമയത്ത് ഒന്നുകൂടെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. 2 വലിയ റോബസ്റ്റ പഴം ഞാൻ എടുക്കുന്നുണ്ട്. ഇനി സൈസ് വളരെ കുറവാണെങ്കിൽ 2ന് പകരം 3 എടുക്കുക. കേക്കിനും പുഡിങ്ങിനും ഒക്കെ നന്നായിട്ട് തൊലിയൊക്കെ കറുത്ത് പോയ പഴം എടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ 2 പഴം കട്ട് ചെയ്തിടുന്നുണ്ട്. ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. 1/4 കപ്പ് പഞ്ചസാര, 1 ടീസ്പൂൺ വാനില എസൻസ്, 1 കപ്പ് പാല്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. മധുരം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഇനി ഇതിലേക്ക് കണ്ടൻസ് മിൽക്കാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ മുതൽ 1 ടേബിൾ സ്പൂൺ വരെ ആവശ്യം നോക്കിയിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. വീണ്ടും ഒന്നുകൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ നേരത്തെ സെറ്റ് ചെയ്ത കേക്ക് ടിന്നിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിക്കുമ്പോൾ വളരെ പതിയെ ഒഴിച്ചു കൊടുക്കുക. ആവിയിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അതിനുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യുക. ഇഡ്ഡലി സ്റ്റീമർ ആണെങ്കിൽ അത് സെറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലൊരു ചെറിയ സ്റ്റാൻഡ് വെക്കുക. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മുടെ കേക്ക് ടിൻ ഇറക്കി വെക്കുക. 30 to 40 മിനിറ്റ്സ് നമ്മളിത് ആവി കയറ്റി എടുക്കേണ്ടി വരും. ഏകദേശം ഒരു 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ടൂത്ത് സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുന്നുണ്ട്. അതത്ര ക്ലീൻ ആയിട്ടൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം കൂടെ ഞാനതൊന്ന് അടച്ചു വെക്കുകയാണ്. സ്റ്റീമറിൽ വെള്ളം തീർന്നു പോകാതെ നോക്കണം. 5-6 മിനിറ്റും കൂടെ കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് ടൂത്ത് സ്റ്റിക്ക് വെച്ച് നോക്കുന്നുണ്ട്. നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പുഡിംഗ് റെഡിയായി. ഇത് പുറത്തേക്ക് എടുത്ത് മാറ്റുക. ചൂട് നന്നായിട്ട് തണുക്കുന്നത് വരെ ഇത് പുറത്ത് വയ്ക്കുക. അതിനുശേഷം ഒരു 5 മണിക്കൂറെങ്കിലും നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണം. ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ഞാനിതിപ്പം കാണിക്കുന്നത്. നമുക്ക് സൈഡ്സൊക്കെ ഒന്ന് വിടുവിച്ച് കൊടുക്കാം. എന്നിട്ട് സാധാരണ പ്ലേറ്റിലേക്കൊന്ന് ഫ്ലിപ്പ് ചെയ്തെടുക്കാം. പുഡിംഗ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിംഗ് ആണ്. റോബസ്റ്റ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ പുഡിംഗും ഇഷ്ടാവും. മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഒരുപാട് റോബസ്റ്റ പഴം ഉണ്ടാകുമ്പോഴും പഴം കറുത്തു പോയാലും ഒക്കെ നമുക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു പുഡിംഗ് ആണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. ബൈ.